1947 വേനൽക്കാലത്ത് ഒരു ആട്ടിടയൻ തന്റെ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു ഗുഹയുടെ പ്രവേശന കവാടത്തിൽ എത്തി. ആകാംക്ഷയോടെ അവൻ അകത്തേക്ക് കയറി. അരണ്ട വെളിച്ചത്തിൽ ആ ഗുഹയുടെ ഒരു മൂലയിൽ ഒതുക്കിവെച്ചിരിക്കുന്ന കുറെ മൺപാത്രങ്ങൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ളിൽ വല്ല നിധിയും കണ്ടേക്കുമോ എന്ന പ്രതീക്ഷയിൽ അയാൾ ആകാംക്ഷയോടെ ഭരണികൾ തുറന്നു. എന്നാൽ അതിനുള്ളിൽ പഴകിയതും ചുരുട്ടിയതുമായ കുറെ തുകൽ കഷ്ണങ്ങൾ മാത്രമാണ് അയാൾക്ക് കാണാനായത്. അയാൾ നിരാശനായി. താൻ കണ്ടെത്തിയ ആ തുകൽ കഷ്ണങ്ങളുടെ അപാരമായ മൂല്യം ആ പാവത്തിന് മനസ്സിലായില്ല. എന്നാൽ ആ ഇടയന്റെ കണ്ടെത്തൽ 20-ാം നൂറ്റാണ്ടിലെ ഒരു സുപ്രധാന അറിവായി മാറി. പിന്നീട് പ്രസിദ്ധമായി തീർന്ന ചാവുകടൽ ചുരുളുകൾ ആയിരുന്നു ആ ഇടയൻ കണ്ടെത്തിയത്. ഈ പുരാതന ചുരുളുകൾ BC 1-ാം നൂറ്റാണ്ടിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുഹയിൽ നിന്ന് അധികം അകലെയല്ലാതെ കുമ്രാൻ ആശ്രമം എന്നറിയപ്പെടുന്ന ഒരു ആശ്രമത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ പിന്നീട് കണ്ടെത്തുകയുണ്ടായി. യേശുവിന്റെ കാലത്തും അതിനു മുമ്പും എസ്സീൻസ് എന്ന ഒരു വിഭാഗം യഹൂദ സന്യാസിമാർ ജീവിച്ചിരുന്നത് ഇവിടെയാണ്. ഇതര സമൂഹങ്ങളിൽ നിന്നും വേറിട്ട് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ജീവിതം തിരഞ്ഞെടുത്ത ഒരു യഹൂദ വിഭാഗമായിരുന്നു എസ്സീനികൾ. അവർ വിശുദ്ധിയുടെ കർശനമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചു, ലളിതമായി ജീവിച്ചു. As they collected the rainwater, it would come down this little trough and fall into this little bitty pool. Once the pool filled up, it would spill over into this larger cistern. In doing so, it leaves the sediment. ലോകം ഒരു ദുഷിച്ച യുഗത്തിന്റെ അവസാനത്തോട് അടുക്കുകയാണെന്ന് വിശ്വസിച്ചു. ഉടൻ തന്നെ നീതിയുടെ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നും വിശ്വസിച്ചു. ചാവുകടൽ ചുരുളുകളുടെ സൃഷ്ടാക്കൾ എസ്സീനികളാണെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. പൊതുസമൂഹത്തിൽ നിന്നും വേറിട്ട് ഒരു പ്രത്യേക സന്യാസ സമൂഹമായി ഇവർ ജീവിച്ചു. എസ്സീനികൾക്ക് ബ്രഹ്മചര്യം നിർബന്ധമായിരുന്നു. പുതിയ അംഗങ്ങൾ സമുദായത്തിൽ ചേരുന്നതിനു മുമ്പ് ആചാരപരമായി സ്നാനപ്പെടേണ്ടതുണ്ട്. അതുകൂടാതെ എല്ലാവിധ സ്വകാര്യ സ്വത്തുക്കളും ഉപേക്ഷിക്കണം. ഈ കണ്ടെത്തലുകൾ യോഹന്നാൻ സ്നാപകൻ എസ്സീനി സമൂഹത്തിലെ ഒരു സന്യാസി ആയിരിക്കാമെന്ന ധാരണയെ കൂടുതൽ ബലപ്പെടുത്തി. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും നിർവഹിച്ച അതേ പ്രദേശത്താണ് കുമ്രാൻ ഗുഹകളും ആശ്രമവും സ്ഥിതി ചെയ്യുന്നത്. ചാവുകടൽ ചുരുളുകളുടെയും കുമ്രാൻ ആശ്രമത്തിന്റെയും കണ്ടെത്തൽ ഈ പുരാതന യഹൂദ വിഭാഗത്തിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുക മാത്രമല്ല ചെയ്തത്, യേശുവിന്റെ കാലത്തെ മതപരവും സാംസ്കാരികവുമായ സാമൂഹ്യ ചുറ്റുപാടുകളിലേക്ക് കൂടുതൽ വെളിച്ചം വീശാനും ഈ ചുരുളുകൾ കാരണമായി. സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരീശന്മാരും സദൂക്യരും അക്കാലത്തെ യഹൂദ സമൂഹത്തിൽ പ്രബലന്മാരായിരുന്നു. അവർ ദേവാലയ ഭരണത്തിലും പൗരോഹിത്യത്തിലും പങ്കാളികളായിരുന്നു. എന്നാൽ എസ്സീനികൾ ദേവാലയ ഭരണത്തിലും പൗരോഹിത്യത്തിലും പങ്കാളികൾ ആയിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ എസ്സീനി സന്യാസിമാരോടൊപ്പം ബ്രഹ്മചാരിയായി മരുഭൂമിയിൽ ജീവിക്കുകയും എസ്സീൻ ആശയങ്ങൾ സ്വീകരിച്ചവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തുവന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം സദൂക്യരെയും പരീശന്മാരെയും കഠിനഭാഷയിൽ വിമർശിച്ചിരുന്നു. അവരെ അദ്ദേഹം സർപ്പസന്തതികളെ എന്ന വാക്കുപയോഗിച്ച് അഭിസംബോധന ചെയ്യാൻ മടിച്ചില്ല. സുവിശേഷങ്ങളിൽ സ്നാപക യോഹന്നാന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. സ്നാപക യോഹന്നാന്റെ ജനനം അത്ഭുതകരമായിരുന്നു. കുട്ടികൾ ഉണ്ടാവാതിരുന്ന പ്രായമായ മാതാപിതാക്കൾക്ക് വൈകി ജനിച്ച പുത്രനാണ് യോഹന്നാൻ. യേശുവിന്റെയും യോഹന്നാന്റെയും അമ്മമാർ ബന്ധുക്കളായതിനാൽ രണ്ടു കുടുംബങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധവും സംസർഗവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ബാല്യകാലത്ത്, പ്രത്യേകിച്ച് യേശുവിന്റെ 12-നും 13-നും ഇടയിലുള്ള പ്രായത്തിൽ യേശുവും യോഹന്നാനും തമ്മിൽ നല്ല നിലയിലുള്ള ആശയവിനിമയം നടന്നിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലേ? ഉണ്ടായിരിക്കണമല്ലോ. ഒരുപക്ഷെ യോഹന്നാൻ എസ്സീൻ സന്യാസ സമൂഹത്തിൽ ചേരാൻ തീരുമാനമെടുത്തതും ഇതേ പ്രായത്തിൽ തന്നെ ആയിരുന്നിരിക്കാം. 13-ാം വയസ്സിൽ കൂടുതൽ പഠനത്തിനായി യേശു കിഴക്കിന്റെ ജ്ഞാനകേന്ദ്രത്തിലേക്ക് യാത്രയായി എങ്കിൽ അക്കാര്യം സഹോദരനും സുഹൃത്തുമായ യോഹന്നാൻ ഉറപ്പായും അറിഞ്ഞിരിക്കും. വർഷങ്ങൾക്കു ശേഷം ഒരു നാൾ യേശു ഒരു വലിയ ജ്ഞാനിയായി തിരിച്ചു വരുമെന്ന കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. വരാനിരിക്കുന്നവന്റെ ചെരുപ്പ് ചുമക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്നാപക യോഹന്നാൻ ഉറപ്പിച്ചു പറയുന്നതിന്റെ കാരണം മറ്റൊന്നായിരിക്കാൻ ഇടയില്ല. എന്നാൽ വർഷങ്ങൾക്കു ശേഷം യേശു സ്വദേശത്ത് മടങ്ങിയെത്തിയപ്പോൾ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അഡ്രസ് ഇല്ലാത്ത അപരിചിതനെ പോലെ അദ്ദേഹം അലഞ്ഞു നടന്നു. എന്നാൽ ജോർദാൻ നദിക്കരയിലെ സ്നാനപ്പെടുത്തുന്ന എസ്സീൻ സന്യാസി എന്ന നിലയിൽ യോഹന്നാൻ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധൻ ആയിരുന്നു. അവരിൽ ഒരാളായി അറിയപ്പെടാൻ യേശുവും ആഗ്രഹിച്ചു. തുടർന്ന് യേശു സ്നാപക യോഹന്നാന്റെ സവിധത്തിലേക്ക് പുറപ്പെട്ടു ചെന്നു. രൂപത്തിലും ഭാവത്തിലും അവർ രണ്ടുപേരും തിരിച്ചറിയാനാവാത്ത വിധം വളരെയേറെ മാറിക്കഴിഞ്ഞിരുന്നു.
എന്നാൽ യേശു ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ കണ്ണുകളിലെ ജ്ഞാനത്തിന്റെ തീക്ഷ്ണത യോഹന്നാനെ ആകർഷിച്ചു. വർഷങ്ങളായി താൻ പ്രതീക്ഷിച്ചിരുന്ന തന്റെ സഹോദരൻ തൊട്ടുമുന്നിൽ വന്നു നിൽക്കുകയാണ്. ആ കണ്ണുകളിൽ തിളങ്ങിയ ജ്ഞാനത്തിന്റെ പ്രകാശം യോഹന്നാൻ തിരിച്ചറിഞ്ഞു. തന്നെ സ്നാനപ്പെടുത്തുവാൻ യേശു ആവശ്യപ്പെട്ടപ്പോൾ സ്നാപക യോഹന്നാന് ആശ്ചര്യമായി. അദ്ദേഹം ഒരടി പിന്നോട്ടു മാറി. നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുകയോ? ജ്ഞാനിയായ നിന്റെ കൈകൊണ്ട് ഞാനാണ് സ്നാനപ്പെടേണ്ടത്. യോഹന്നാൻ ഒഴിഞ്ഞു മാറി. എന്നാൽ ഒരു എസ്സീൻ സന്യാസി എന്ന നിലയിൽ സമൂഹത്തിൽ അറിയപ്പെടാൻ യേശു ആഗ്രഹിച്ചിരുന്നതിന്റെ ഭാഗമായിരുന്നു ഈ സ്നാനപ്പെടൽ. സ്നാനപ്പെടൽ എന്നത് ആ സന്യാസ സമൂഹത്തിൽ ചേരുന്നതിന്റെ ഭാഗമായ ഒരു ചടങ്ങ് മാത്രമായിരുന്നു. ആ സന്യാസിവര്യൻ കാര്യം മനസ്സിലാവുകയും മറുത്തൊന്നും പറയാതെ അദ്ദേഹം യേശുവിനെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. Thank you for watching. Stay tuned for the next episode. Goodbye.